നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി ബജറ്റ് വിഹിതം ഉൾപ്പെടെ 6 കോടി രൂപയുടെ നഷ്ടം. ബജറ്റിലെ വിഹിതം ലഭിക്കാത്തതും ട്രഷറിയിലെ ബില്ല് പാസ്സാവാത്തതുമടക്കം വൻതുക നഷ്ടമായതോടെ തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്തിന്റെ ഭരണമടക്കം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 1% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. ഒരു നഗരസഭയോട് കിടപിടിക്കത്തക്ക ജനസംഖ്യയുള്ള അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങളുടെ ചിറകരിയുകയാണ് ബജറ്റ് വിഹിതത്തിലേതടക്കം 6 കോടി രൂപയുടെ നഷ്ടം. ബജറ്റ് വിഹിതമനുസരിച്ച് വിവിധ പദ്ധതികൾക്കായി അനുവദിച്ച 4.68 കോടി രൂപയും ട്രഷറി ബിൽ ഇനത്തിൽ 1.66 കോടി രൂപയും ഉൾപ്പെടെയാണ് ഈ നഷ്ടം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇരുട്ടടി നൽകുമ്പോൾ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട സേവനങ്ങളും സൌകര്യങ്ങളുമാണ് എങ്ങുമെത്താതെ നിലയ്ക്കുന്നത്. സംഭവത്തിൽ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് നിവേദനം. അതുപോലെ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇതിനൊരു പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി ആവശ്യപ്പെടും. തുടർന്നും അത്തരത്തിലുള്ളൊരു നല്ല സമീപനമല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള പ്രതിസന്ധി കൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ സാധാരണക്കാരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥാപനമായ സർക്കാരായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ഈ തദ്ദേശത്തിലുള്ള ഈ ആളുകൾക്ക്, ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഈ പഞ്ചായത്തിന് പോലും ഇത്തരം ഫണ്ട് ലഭ്യമായിട്ടില്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള പഞ്ചായത്തിൻ്റെ ഭരണത്തിന് ഒരു ഭരണസ്തംഭനമായിട്ട് മാറും ഈ വിഷയം എന്നാണ് പറയാനുള്ളത്. വികസന ഫണ്ട് ജനറൽ വിഭാഗത്തിൽ 1.06 കോടിയും SC ഫണ്ട് ഇനത്തിൽ 22.24 ലക്ഷവും മെയിന്റനൻസ് ഗ്രാന്റ് റോഡ് ഇനത്തിൽ 1.68 കോടിയും നോൺ റോഡ് ഇനത്തിൽ 20.46 ലക്ഷവും സിഫ്സി ട്രേഡ് ഇനത്തിൽ 64.45 ലക്ഷവും ജനറൽ പർപ്പസ് ഇനത്തിൽ 86.49 ലക്ഷം രൂപയും അടങ്ങുന്ന തുകയാണ് നഷ്ടപ്പെട്ടത്. വിവിധ പദ്ധതികളുടെ ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും മടക്കിയതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരവുമായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ശവപ്പെട്ടിയുമായി ട്രഷറിക്ക് മുന്നിൽ സമരം നടത്തിയിരുന്നു. ഇത്തരത്തിൽ വലിയ തുക നഷ്ടമാകുന്നതോടെ പഞ്ചായത്തിൽ നടത്തേണ്ട വിവിധ വികസന പ്രവൃത്തികൾ താളം തെറ്റുന്ന അവസ്ഥയിലാണെന്നും പ്രസിഡന്റ് ഇൻചാർജ് പറഞ്ഞു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.